പ്രിയപ്പെട്ടവരെ, സാധാരണയായി സ്കൂളുകളിൽ ധാരാളം പാഠ്യേതര പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഭൂരിഭാഗവും നമ്മുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കായികപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളാണ് കൂടുതലായിട്ട് സ്കൂളുകൾ നടക്കാറുള്ളത്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പാഠപുസ്തകങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്ന ഇത്രയും മനോഹരമായൊരു പരിപാടി, യുവസൻസദ് പരിപാടി സംഘടിപ്പിച്ച, ഇതിന് പിറകിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിനുകളെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. കാരണം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല അറിവ്. നിങ്ങളിനി വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്, നാളെ ഇന്ത്യയുടെ ഭാഗതയെ നിർണ്ണയിക്കേണ്ടവരാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ച്, നമ്മളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ കുറേ പേര് ആബ്സെൻ്റ് ആയിട്ടുണ്ട്. പറഞ്ഞാൽ ആബ്സെൻ്റ് ആയവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ളത്. കാരണം നിരവധിയായിട്ടുള്ള ഓഫീസുകളുമായി ബന്ധപ്പെട്ടും നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അറിവുകളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഒരിക്കലും നിങ്ങൾ മിസ്സാവരുത്. രണ്ട് തരം സന്തോഷം നിങ്ങളുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. ചിലരിലെങ്കിലും പുതിയ അറിവുകൾ കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്, കുറച്ച് ആളുകൾക്കെങ്കിലും കുറച്ച് സമയം ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് എത്തിയതിൻ്റെ വലിയൊരു ആശ്വാസമുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമയമൊക്കെ നമ്മൾ കുറേ ഹോംവർക്കുകളൊക്കെ ഉണ്ടായിരിക്കും, കിട്ടാൻ പോകും. അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മൾ സമയം കളയുന്ന ഒരു സമയമാണ്. പക്ഷേ ഇത് പാഠപുസ്തകം നിന്ന് കിട്ടുന്ന അറിവല്ല. ഞാൻ വീണ്ടും അതാ പറയുന്നത്. പാഠപുസ്തകങ്ങൾ ഉള്ള ഒരു ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതുക. നിങ്ങൾക്കൊരു ഡെയിലി ഉള്ളൊരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ചിലപ്പം, അല്ലേ, ഇഷ്ടംപോലെ നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി, വിവര സാങ്കേതിക വിദ്യ ഇത്രയധികം അഭിവൃദ്ധിപ്പെട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഒരു പാഠം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് നഷ്ടപ്പെട്ടാൽ അത് പരിഹരിക്കുന്നതിന് മാർഗങ്ങളുണ്ട്. പക്ഷെ ഇതുപോലുള്ള ക്ലാസ്സുകൾ, പ്രോഗ്രാമുകൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല, അല്ലേ? ഇപ്പോൾ തന്നെ എത്രമാത്രം അറിവുകളാണ് നമുക്ക് പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് കിട്ടിയത്. അപ്പോൾ അതുപോലുള്ള ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇവിടെ നിൽക്കുന്നത് വലിയ താല്പര്യമില്ല, നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുള്ളതുപോലെ ഫീൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങണം. ഓക്കെ, ഒന്നുകൂടി എനർജറ്റിക് ആവട്ടെ. കുറേ പേരൊക്കെ ഇവിടെ ഉറങ്ങുന്നത് ഞാൻ അവിടെ നിന്ന് കണ്ടു. ചിലരൊക്കെ ഉറങ്ങി പോകുന്നുണ്ട്. എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻട്രാക്ഷനിൽ ഉറങ്ങുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താ, ഉറങ്ങുന്നവരൊന്നും കൂർക്കം വലിച്ച് അടുത്തിരിക്കുന്നവരെ ശല്യപ്പെടുത്തരുത്. പിന്നെ ചിലരെങ്കിലും ഉണ്ടാവും ഇടയ്ക്കില്ലേ, തലകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയും. അതും പാടില്ല. ഉറങ്ങിക്കോ, കുഴപ്പമില്ല, അങ്ങോട്ട് വിളിച്ചാൽ എനിക്ക് നിങ്ങളതിനിടയിൽ കൂടി വരാൻ കഴിയില്ല. അപ്പോൾ ഇനി ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലേ? കുറേ സമയമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് ഉഷാറാവാൻ ഒരു കുട്ടിക്കവിത, ഒരു 4 വരി നമ്മളൊന്ന് ചൊല്ലിയാലോ? കൂടെ ചൊല്ലുമോ? മലയാളം കവിതയാണ് കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് കവിതകൾ കേട്ട് ശീലിച്ചവരായിരിക്കും. മലയാളത്തിലുള്ള ഒരു 4 വരി കുഞ്ഞു കവിത കൂടെ പാടണം. അതിൽ 1-2 വാക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നാലേ കവിത മനസ്സിലാവുള്ളൂ. ഒരു നാടൻ ഭാഷയിലുള്ള പ്രയോഗമാണ്. നമ്മൾ പശു നിങ്ങൾക്ക് അറിയാം, അല്ലേ? ഈ പശുവിനെ നാട്ടിൻപുറത്ത് പറയുന്നൊരു പേരുണ്ട്, എന്താണെന്നറിയോ? പയ്യ അറിയാം, അല്ലേ? അപ്പൊ പയ്യ എന്ന് പറഞ്ഞാൽ പശുവാണെന്ന് മനസ്സിലായിക്കോണം. ഇനി ഭേദം എന്നൊരു വാക്കുണ്ട് മലയാളത്തിൽ. ഭാരതത്തിന്റെ എഴുതിയിട്ട് ഭേദം. ഭേദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാട്ടോ. അത് രണ്ടും നിങ്ങൾ ഓർത്താൽ മതി. കവിത ഞാൻ ചൊല്ലിത്തരാം, 3-4 വരിയേ ഉള്ളൂ. വലിയ ട്യൂണൊന്നുമില്ല, എന്നാലും നമുക്ക് രസത്തിന് വേണ്ടി പാടാം. നിങ്ങൾ അതിൻ്റെ കൂടെ പാടുക. അർത്ഥം നിങ്ങൾക്ക് വിശദമായിട്ട് മലയാളം ക്ലാസ്സിൽ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട്, സമയപരിധിയിലുള്ളൂ. ചെറിയ നിങ്ങൾ കേട്ടിട്ടുള്ളതിനായിരിക്കും. കൂടെ കൂടുമല്ലോ, അല്ലേ? പൂവാലിപ്പയ്യന്റെ ജാതി എന്തമ്മേ, കിട്ടിയില്ല? പൂവാലിപ്പയ്യന്റെ ജാതി എന്തമ്മേ, പൈക്കൾക്കു പൈക്കൾ എന്നുള്ളതേ ജാതി. പൂവാലിപ്പയ്യന്റെ ജാതി എന്തമ്മേ, പൈക്കൾക്കു പൈക്കൾ എന്നുള്ളതേ ജാതി. മലയാളം അത്രയ്ക്ക് അങ്ങോട്ട് വഴങ്ങണില്ല, അല്ലേ? പൂച്ചകൾക്കെത്ര മതങ്ങളുണ്ടമ്മേ, പൂച്ചകൾക്കെത്ര മതങ്ങളുണ്ടമ്മേ, പൂച്ചകൾക്കൊരു മതം ങ്യാവൂ ങ്യാവൂ. ങ്യാവൂ ങ്യാവൂ കിട്ടിയല്ലേ?
പൂച്ചകൾക്കൊരു മതം ങ്യാവൂ ങ്യാവൂ. കാക്കകൾ മുൾവേലി പാറിക്കടന്നാൽ, കാക്കകൾ മുൾവേലി പാറിക്കടന്നാൽ പരദേശി എന്നു വിളിക്കാത്തതെന്തേ? പരദേശി എന്നു വിളിക്കാത്തതെന്തേ? ജീവികൾക്കിത്തരം ഭേദമില്ലുണ്ണി, ജീവികൾക്കിത്തരം ഭേദമില്ലുണ്ണി. മണ്ടത്തരങ്ങൾ മനുഷ്യർക്കു മാത്രം, മണ്ടത്തരങ്ങൾ മനുഷ്യർക്കു മാത്രം. അപ്പൊ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ എവിടെയുള്ളൂ? എവിടെയുള്ളൂ? മനുഷ്യരിലേ ഉള്ളൂ. അപ്പൊ അത്തരം ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാത്ത നല്ലൊരു തലമുറയായി നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും സൗഹാർദ്ദവും സാഹോദര്യവും കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനറേഷനായിട്ട് ആര് വരണം? ആര് വരണം? ഉറക്കെ പറ, ആര് വരും? നിങ്ങൾ വരും അല്ലേ? അങ്ങനെ വരണമെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് കുറച്ചൊരു അടുപ്പം നമുക്ക് വേണം. ക്ലാസ് റൂമിനകത്തോ പുസ്തകത്തിനകത്തോ മാത്രം ഒതുങ്ങിയാൽ ശരിയാവില്ല. ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വിഷൻ ഒന്നും കൂടി, നമ്മുടെ കാഴ്ചപ്പാടിൽ ഒന്നും കൂടി മാറ്റം വരണം അല്ലേ? ആ സങ്കുചിത ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച്, ഇടുങ്ങിയ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് വിശാലമായി ചിന്തിക്കുന്നവരായിട്ട് മാറണം. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ ഒന്ന് ഉറക്കം പോയി തോന്നുന്നു അല്ലേ? അത് എൻ്റെ ഉറക്കമാണോ പോയത്? അല്ല, എല്ലാവരുടെയും ഉറക്കം പോയില്ലേ? ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് 3 തരം ഗവൺമെന്റുകളുണ്ട്, സർക്കാരുകളുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 3 തരത്തിലുള്ള സർക്കാരുകളാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ തരം ഗവൺമെന്റുകളാണുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, ഓക്കെ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ അല്ലേ? അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, പ്രാദേശിക ഭരണകൂടങ്ങളുണ്ട് അല്ലേ? ഈ പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രദേശത്ത് എങ്ങനെയാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ അതിന് എന്ത് പേരിലാണ് പറയുന്നത് അറിയാൻ പറ്റും? നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ബോഡീസിന് ഏതൊക്കെ പേരുള്ള ലോക്കൽ ബോഡീസ് ഉണ്ട് നമ്മുടെ പ്രദേശത്ത്? ഏതൊക്കെയാ? മുനിസിപ്പാലിറ്റി ഉണ്ട്, വില്ലേജ് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ അല്ലേ? ഗ്രാമപഞ്ചായത്തുകൾ അല്ലെങ്കിൽ എന്താ പറയുക, വില്ലേജ് പഞ്ചായത്ത് അതിന് പേര് പറയാം, ഇംഗ്ലീഷിൽ പറയാം. പിന്നെ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലേ? ഇതൊക്കെ എന്താണ്? ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണ്, നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങളാണ്. എന്തിനാണ് ഈ ഗവൺമെന്റുകൾ? എന്തിനാ ഗവൺമെന്റുകൾ? ഗവൺമെന്റ് ഇല്ലെങ്കിൽ എന്താ? എന്തിനാ ഗവൺമെന്റ്? എന്തിനാ സെൻട്രൽ ഗവൺമെന്റ്? എന്തിനാ സ്റ്റേറ്റ് ഗവൺമെന്റ്? എന്തിനാ ഈ പറയുന്ന പ്രാദേശിക ഗവൺമെന്റുകൾ? എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയായിരിക്കും ഇത്തരം സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാട്ടോ. കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പ്രൊവിഷൻസ് വെച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം ഗവൺമെന്റുകളൊക്കെ വേണം എന്നുള്ളത്. എന്തിനാണ് ഈ ഗവൺമെന്റ്? ഇതിന്റെ പേർപ്പസ് എന്താ? എന്തിനു വേണ്ടിയിട്ടാ? ആലോചിച്ചിട്ടുണ്ടോ? സർക്കാരുകൾ നമുക്കെന്നെ വോട്ട് ചെയ്യാൻ, ഇടയ്ക്ക് പോയിട്ട് വോട്ട് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട്, വിരലിൽ കറുത്ത മഷി അടയാളം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളാണോ? അല്ല. സർക്കാരുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം, അഭിവൃദ്ധി അല്ലേ, അവർക്ക് സന്തോഷകരമായി ജീവിക്കാൻ, ആരോഗ്യകരമായി ജീവിക്കാൻ അല്ലേ, അതിലുള്ള അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? സർക്കാരുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സർക്കാരുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? ആ രാജ്യത്തെ ജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓരോന്ന് ചെയ്തു കൊടുക്കുന്നത് അല്ലേ? ആ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, വെൽഫെയറിന് വേണ്ടിയിട്ട് ഒക്കെയാണ് ഓരോ കാര്യങ്ങൾ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ 3 തരം സർക്കാരുകൾ ഉള്ളതിൽ നമ്മളുടെ ഡേ ടു ഡേ ലൈഫുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ത്? നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്ന് പറയുന്നത് അല്ലേ? പഞ്ചായത്ത് ഓഫീസ് കണ്ടിട്ടുള്ളവരെന്ന് കൈപൊക്കിയേ. അടുത്തുള്ള ആൾ പൊക്കുന്നത് കണ്ട് പൊക്കണ്ട. നിങ്ങൾ പഞ്ചായത്ത് ഓഫീസ് കണ്ടെങ്കിൽ മാത്രം കൈപൊക്കിയാൽ മതി. കുറവാണ് അല്ലേ? വേറൊരു സ്ഥാപനം ഇവിടെ ഉണ്ടല്ലോ നിങ്ങളുടെ പ്രദേശത്ത്. ഒരു സർക്കാർ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? പഞ്ചായത്ത് അറിയാമെന്ന് പറഞ്ഞു. ഇനി വേറെ ഏത് സ്ഥാപനം ഉണ്ട് നിങ്ങളുടെ?
KCB ഉണ്ട്. ആ ഓക്കെ, അതിലേക്ക് നമ്മൾ പോകണ്ട, ഷോക്ക് അടിക്കും അല്ലേ. അപ്പൊ തൽക്കാലം അത് പിന്നെ വില്ലേജ് ഓഫീസ് ഉണ്ട്. ഓക്കെ, വരട്ടെ. നിങ്ങളെ ശബ്ദമൊക്കെ പോയി, ഇനി ഭക്ഷണം കഴിച്ചാലേ വരുള്ളൂ. അക്ഷയ. അക്ഷയ ഒരു സർക്കാർ സ്ഥാപനമല്ല. ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, വില്ലേജ് ഓഫീസ് ഉണ്ട്, ഗവൺമെന്റ് സ്കൂൾ ഉണ്ട്. വീട്ടിലേക്ക് തെങ്ങും തൈയൊക്കെ കൊണ്ടുവരുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ? കൃഷിഭവൻ ഉണ്ട്. പിന്നെ നമ്മളെ വീട്ടിലെ നേരത്തെ പറഞ്ഞ പയ്യന് സുഖമില്ലാതായ എങ്ങോട്ട് കൊണ്ടുപോകും? നമ്മളിപ്പോ ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലേ, പയ്യന് സുഖമില്ലാതായ എങ്ങോട്ട് കൊണ്ടുപോകും? വെറ്റിനറി ഡിസ്പെൻസറിയിൽ കൊണ്ടുപോകും, മൃഗാശുപത്രി അല്ലേ. പിന്നെയോ, ഇനി നമുക്ക് വയ്യാതായാലോ വെറ്റിനറിക്കാണോ പോവുക? നമുക്ക് പനി പിടിച്ചാൽ വെറ്റിനറിയിലേക്കാണോ പോവുക? അല്ല, അവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലേ, പ്രൈമറി ഹെൽത്ത് സെന്ററുകളുണ്ട്, ഫാമിലി ഹെൽത്ത് സെന്ററുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളുണ്ട്. പിന്നെയുണ്ട് നമ്മുടെ സർക്കാരിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന വേറെ ചില ഓഫീസുകൾ. ഇപ്പൊ കുറെ എണ്ണം കിട്ടിയില്ലേ നമുക്ക് അല്ലേ? സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഓഫീസുകൾ കുറെ എണ്ണം കിട്ടി. ഇനിയുണ്ട് അംഗൻവാടികളൊക്കെ അതിൽ പെടുന്നത് തന്നെയാണ്. അംഗൻവാടികൾ നമ്മളെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന, ICDSന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്ത്? അംഗൻവാടികളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അല്ലേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് വില്ലേജ് ഓഫീസുകളും, മറ്റൊന്ന് പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കേട്ടോ. ചില പ്രദേശത്ത് മുനിസിപ്പാലിറ്റി ആയിരിക്കും, ചിലയിടത്ത് പഞ്ചായത്ത് ആയിരിക്കും. എന്താണ് ഈ വില്ലേജ് ഓഫീസിലെ ജോലി? ഈ വില്ലേജ് ഓഫീസും പഞ്ചായത്തും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം പറയാൻ പറ്റുമോ നമുക്ക്? എന്തെങ്കിലും വ്യത്യാസം? കാണാത്ത നിങ്ങൾ എങ്ങനെ വ്യത്യാസം പറയുന്നത് അല്ലേ? വില്ലേജ് ഓഫീസ് ഒരു ഓഫീസാണ്. ഓഫീസ് എന്ന് പറഞ്ഞാൽ സർക്കാരിന് കുറേ വകുപ്പുകളുണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് നമുക്കറിയാലോ. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഒരുപാട് വകുപ്പുകളുണ്ട് അല്ലേ. ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരുപാട് സർക്കാർ ഓഫീസുകളും ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്, നമുക്കറിയാം. വകുപ്പുകളുണ്ട്. ഇപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ എന്ത് നടക്കണം എന്നുള്ളത് നടപ്പിലാക്കുന്നത് സർക്കാരിന്റെ നയത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് താഴെ തട്ടിൽ നടപ്പിലാക്കുന്നത് ആരാണ്? കൃഷിഭവനാണ് അല്ലേ. അപ്പൊ അതൊരു സർക്കാരിന്റെ ഓഫീസാണെന്ന് പറയാം. വില്ലേജ് ഓഫീസ് അതുപോലെ തന്നെയാണ്. റവന്യൂ വകുപ്പിന് കീഴിലാണ് ആര് ജോലി ചെയ്യുന്നത്? ഏത് ഓഫീസ് നിലനിൽക്കുന്നത്? വില്ലേജ്. റവന്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏകദേശം ഒരു വലിയ വകുപ്പാണ്. നമ്മുടെ സംസ്ഥാനത്തിനകത്തെ ഒരു വലിയ വകുപ്പാണ് എന്ത്? റവന്യൂ വകുപ്പ് അല്ലേ. ആ റവന്യൂ വകുപ്പിൽ ജില്ലയിലുള്ള ഓഫീസർ ആരാന്നറിയോ? റവന്യൂ വകുപ്പിന്റെ ജില്ലാ അധികാരി ആരാണ്? ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് റവന്യൂ വകുപ്പിന്റെ ജില്ലയിലുള്ള അധികാരി. അപ്പൊ ആ ജില്ലാ കളക്ടറുടെ ഓഫീസിന്റെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് എന്ത്? ഇതൊക്കെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാന്നുള്ളൂ. വില്ലേജ് ഓഫീസ് അല്ലേ. ആ വില്ലേജ് ഓഫീസ് ഓരോ പഞ്ചായത്തിലും ഉണ്ടാവും. ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ എന്തുണ്ടാവും? വില്ലേജ് ഓഫീസുകൾ ഉണ്ടാവും. ഈ വില്ലേജ് ഓഫീസുകൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? നമുക്ക് എന്ത് സേവനമാണ് അവിടെ നിന്ന് കിട്ടുന്നത്? എന്തെങ്കിലും സേവനം കിട്ടുന്ന അറിയോ? വില്ലേജ് ഓഫീസിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് അല്ലെങ്കിൽ പാരൻസ് പോയിട്ട് നികുതി അടയ്ക്കാറുണ്ട് അല്ലേ. എന്തിന്റെ നികുതിയാ ടാക്സ് അടയ്ക്കാറ്? ഭൂമിയുടെ. അപ്പൊ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഒരു ഓഫീസാണ് ഇതെന്ന് പറയാം. നമ്മളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് അല്ലേ, ഭൂമി നമുക്ക് ഇത്ര സെന്റ് ഭൂമി നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് ആരാ തരിക? സർട്ടിഫിക്കറ്റ് എവിടുന്ന കിട്ടുന്നത്? വില്ലേജ് ഓഫീസിൽ നിന്നാണ് അല്ലേ. അപ്പൊ വില്ലേജ് ഓഫീസാണ് നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഓഫീസ്. പിന്നെ വില്ലേജ് ഓഫീസിലേക്കാണ് നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന പഠനത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് ചില സർട്ടിഫിക്കറ്റ്സുകളൊക്കെ വാങ്ങി തരും. ഇൻകം സർട്ടിഫിക്കറ്റ് വേണ്ടി വരും നമുക്ക് അല്ലേ. വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി വരും പല കാര്യങ്ങൾക്കും നമുക്ക്. ആ ഇൻകം സർട്ടിഫിക്കറ്റ് എവിടുന്ന കിട്ടുക? പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ കിട്ടില്ല. എവിടുന്ന കിട്ടുക? വില്ലേജ് ഓഫീസറാണ് നമ്മളുടെ പ്രോപ്പർട്ടി എത്രയുണ്ട് അല്ലേ, നമ്മുടെ പ്രതിമാസം മന്ത്ലി ഇൻകം എത്രയുണ്ട്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അവിടെ നിന്നാണ്. പിന്നെ വില്ലേജ് ഓഫീസിൽ എന്താ കിട്ടുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ജില്ലക്കകത്തൊക്കെ പ്രളയം അല്ലേ, വെള്ളപ്പൊക്കം, ഇതൊക്കെ ഫ്ലഡ് ഉണ്ടാവാം, ഉരുൾപൊട്ടലുണ്ടാവാം. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ ദുരന്ത നിവാരണത്തിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഏത് വഴിയാണ്? പഞ്ചായത്തുകൾക്കും പങ്കുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ ലീഡിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? വില്ലേജ് ഓഫീസാണ്. പിന്നെ CMRDF എന്ന് കേട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട്. അതിനുള്ള പത്രത്തിലൊന്നും വായിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊക്കെ അല്ലേ. അപ്പൊ അത് മുഖേന ഇപ്പൊ നമ്മളിവിടെ ആർക്കെങ്കിലുമൊക്കെ ഈ മഴ പെയ്യുന്ന സമയത്ത് മഴക്കാലത്ത് ഒരു വീട് പൊളിഞ്ഞു വീണെന്ന് കരുതുക, ഇല്ല ഒരു കിണർ ഇടിഞ്ഞു വീണു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് ധനസഹായത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ കൊടുക്കും.
അങ്ങനെ അപേക്ഷ കൊടുത്താൽ അത് അവിടുന്ന് പാസ്സായി കഴിഞ്ഞാൽ ആ പൈസ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ഏത് ഓഫീസ് വഴിയായിരിക്കും? വില്ലേജ് ഓഫീസ് വഴിയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അല്ലേ? ഈ ക്യാൻസർ പേഷ്യൻസിന് വരുമാനം കുറവുള്ള, ഇൻകം കുറവുള്ള ക്യാൻസർ പേഷ്യൻസിന് പ്രതിമാസം 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് സർക്കാരിൽ നിന്ന്. പെൻഷനായിട്ട് 2000 രൂപ കിട്ടും. ഈ 2000 രൂപ കിട്ടുന്നതിന് വേണ്ടി ക്യാൻസർ പേഷ്യൻസ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസിലാണ്. വില്ലേജ് ഓഫീസ് മുഖേനയാണ് അത് കൊടുക്കുന്നത്. പിന്നെ ചില വീടുകളിൽ കുടുംബനാഥൻ മരിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ ഏണിംഗ് മെമ്പർ ആയിട്ടുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഫാമിലിക്ക് ഒരു ധനസഹായം കിട്ടും. 5000 രൂപയോ 10000 രൂപയൊക്കെ ധനസഹായം കിട്ടും. ആ ധനസഹായം കൊടുക്കുന്നത് ഏത് വഴിയാണ്? വില്ലേജ് ഓഫീസ് വഴിയാണ് അല്ലേ? അങ്ങനെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓഫീസാണ് ഏതെന്ന് പറയുന്നത്? വില്ലേജ് ഓഫീസ്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ ലൈഫുമായിട്ട് നല്ല ബന്ധമുണ്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരും. നിങ്ങൾ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നു. അത് എവിടെ നിന്നാണ് കിട്ടുക? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ പോകേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസിൽ നിന്നാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഇനി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും അല്ലേ? അവർ SC ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടാവും. ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് താലൂക്ക് ഓഫീസിൽ നിന്ന് തഹസിൽദാരാണ് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. പക്ഷെ അതിനുവേണ്ട റിപ്പോർട്ടൊക്കെ ആരാ, പരിശോധന റിപ്പോർട്ടൊക്കെ ആരാ കൊടുക്കുക? ഫീൽഡ് പരിശോധനയൊക്കെ ആരാ നടത്തേണ്ടത്? വില്ലേജ് ഓഫീസറാണ് കൊടുക്കുന്നത്. അപ്പോൾ വില്ലേജ് ഓഫീസ് നമ്മളുമായിട്ട് അത്രയ്ക്കും അടുപ്പുള്ള ഒരു ഓഫീസാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, അറിയണം നമ്മൾ. അല്ലെങ്കിൽ ആളുകൾ ചോദിക്കും, നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളല്ലേ, ഒരു പ്രായ അയാൾ ചോദിക്കുകയാണ്, ഒരു ക്യാൻസർ വന്ന ആൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുക, എവിടെ അപേക്ഷ കൊടുക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയുക? തിരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ പുതിയ ഭൂമി വാങ്ങി, ഇപ്പം നിങ്ങളുടെ ഫാദർ കുറച്ച് സ്ഥലം വാങ്ങി വിചാരിക്കുക. ആ സ്ഥലം വാങ്ങിയ നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഓഫീസിലാണ് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. ആ രജിസ്റ്റർ ചെയ്താൽ അവിടുന്ന് ഒരു കടലാസ കഷ്ണം കിട്ടും, ഒരു ഫോം കിട്ടും. അത് വില്ലേജിൽ കൊണ്ടുപോയി കൊടുത്താലേ ആ ഭൂമി നമ്മളുടെ പേരിലാവുള്ളൂ യഥാർത്ഥത്തിൽ. അതിന് പോക്കുവരവ് നടത്തുക എന്നൊക്കെയാണ് പറയുക. ആ വാക്ക് ഇതിൽ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പം അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഭൂമി നമ്മളെ പേരിലേക്ക് ആവണമെങ്കിൽ എന്ത് വേണം? അത് വില്ലേജിലും കൂടി രേഖപ്പെടുത്തണം. മനസ്സിലായോ? അപ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാം അവിടെയാണ്. പിന്നെ ആളുകൾക്ക് പരാതികൾ ഉണ്ടാവും അല്ലേ? പൊതുജനങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവും, പരാതി ഉണ്ടാവും. ഞങ്ങളുടെ അതിര് കൈയേറി, ഇല്ലെങ്കിൽ ആ പറമ്പിൽ നിന്ന് മണ്ണ് എടുത്തുകൊണ്ട് പോകണോ, അങ്ങനത്തെ കേസ് ഉണ്ടാവാറില്ലേ? മണ്ണ് കൊണ്ടുപോകുന്ന കേസൊക്കെ ഉണ്ടാവാറില്ലേ? പറമ്പിൽ നിന്ന് JCB മാന്തിയിട്ട് മണ്ണ് കൊണ്ടുപോകും. അത് നമ്മുടെ പരിസ്ഥിതിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന കാര്യമാണെന്ത്? മണ്ണെടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെതിരെയൊക്കെയുള്ള പരാതി നമ്മൾ എവിടെ കൊടുക്കുക? വില്ലേജ് ഓഫീസിലാണ്. നമ്മൾ നിങ്ങളുടെ അടുത്ത് അനധികൃതമായിട്ട് മണ്ണെടുക്കുന്നുണ്ടെങ്കിലും മണലെടുക്കുന്നുണ്ടെങ്കിലും ഒക്കെ പരാതി കൊടുക്കേണ്ടത് എവിടെയാണ്? വില്ലേജ് ഓഫീസറാണ് അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത്. അപ്പം അത്തരം കാര്യങ്ങളാണ് നമുക്ക് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഏകദേശം ഒരു ചിത്രം കിട്ടിയാൽ. മുഴുവനൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫുള്ള് പഠിപ്പിക്കാൻ പറ്റില്ല. എന്നാലും വില്ലേജ് ഓഫീസിൻ്റെ ഒരു പ്രവർത്തനം, അവിടെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടാവും, കുറച്ച് ജീവനക്കാരും ക്ലർക്കുമാരൊക്കെ ആയിട്ടുള്ള കുറച്ച് ജീവനക്കാരും ഉണ്ടാവും. അതാണ് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാം. പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, പഞ്ചായത്ത് ഓഫീസ് ഒരു ഓഫീസ് തന്നെ, നേരത്തെ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസ് ഒരു ഓഫീസാണ്. അതേസമയം അവിടെ ഒരു പ്രത്യേക സംവിധാനം കൂടി ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ എന്താ പറഞ്ഞത്? പഞ്ചായത്തുകൾ എന്താണെന്ന് പറഞ്ഞത്? പഞ്ചായത്തുകൾ എന്താണ്? പ്രാദേശിക ഭരണകൂടങ്ങളാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഒരു ഗവൺമെന്റ് ഉള്ളിടത്ത് എന്തുണ്ടാവും? ഒരു സർക്കാർ ഉള്ളിടത്ത് ഭരിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു ഭരണസമിതി കൂടി അവിടെ ഉണ്ടാവും. വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വില്ലേജ് ഓഫീസ് ഒരു ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന ഒരു ഓഫീസായി പ്രവർത്തിക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസ് ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന ഒരു ഓഫീസ് എന്നുള്ളതിനോടൊപ്പം തന്നെ അവിടെ ആരും കൂടി ഉണ്ട്? ഭരണാധികാരികളുണ്ട് അല്ലേ? ഒരു ഭരണസമിതി ഉണ്ട്. പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തലവന്റെ പേരെന്താ? ആരാ പഞ്ചായത്ത് ഭരണസമിതിയുടെ തലവൻ? അറിയോ? പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് കേട്ടിട്ടുണ്ടോ? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഇവരൊക്കെ എങ്ങനെ വരുന്നതാ? ഇവരൊക്കെ എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ എന്ന് പറയുന്നവരാരാണ്? എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് അല്ലേ? നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയുടെ ഒരാളെ പിടിച്ച് ആരാക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കും. ഇനി മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന ആളെ എന്താ പേര് വിളിക്കുന്നത്? പഞ്ചായത്തിലെ വാർഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾ നമുക്ക് വാർഡ് മെമ്പർമാരെന്ന് വിളിക്കാം അല്ലേ? നിങ്ങളൊക്കെ പഞ്ചായത്ത് മെമ്പർമാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ?
ഓരോ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവരാണ് പഞ്ചായത്ത് മെമ്പർമാർ. ആ പഞ്ചായത്ത് മെമ്പർമാരിൽ നിന്നാണ് ആരെ എടുക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റിനെ, വൈസ് പ്രസിഡന്റിനെ ഒക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോഴോ, മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ അവരെ മെമ്പർമാർ എന്നല്ല വിളിക്കുക, ആ ചെയർപേഴ്സൺ അതിന്റെ ഹെഡ്, കൗൺസിലേഴ്സ്, അവരെ നമ്മൾ എന്താ പറയുന്നത്? കൗൺസിലേഴ്സ് എന്നാണ് പറയുക അല്ലെ, മുനിസിപ്പൽ കൗൺസിലേഴ്സ്. ഈ കൗൺസിലർമാരിൽ നിന്നാണ് ഒരാളെ എന്തായിട്ട് തിരഞ്ഞെടുക്കുന്നത്? ചെയർപേഴ്സൺ ആയിട്ടും ഒരാളെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് തിരഞ്ഞെടുക്കുക. അതിന് റിസർവേഷൻ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ വനിതാ പ്രസിഡന്റ്, ചെയർപേഴ്സൺ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ നിങ്ങൾ അധികം പഠിക്കേണ്ട. ചിലയിടത്ത് SC ചെയർപേഴ്സൺ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഭരണഘടനാപരമായിട്ട് നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമൊക്കെ വിഭാവനം ചെയ്തതിനനുസരിച്ചാണ് അങ്ങനെ റിസർവേഷനൊക്കെ വരുന്നത്. ഏതായാലും അങ്ങനെ ഒരു അധികാരികൾ ഉണ്ടാവും. ഇവരാണ് എന്ത് ചെയ്യുന്നത്? അപ്പോൾ പഞ്ചായത്ത് ഓഫീസിനകത്ത് എന്തുണ്ട്? ഒരു ഭരണ സംവിധാനമുണ്ട്, ഒരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? ഈ ഭരണ സംവിധാനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം കൂടി ചേർന്നിട്ടാണ് ആ നാട്ടിൽ എന്ത് നടപ്പാക്കണം എന്നുള്ളതിനൊക്കെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. അവർ ഭരണസമിതി യോഗം ചേരും. യോഗം ചേർന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥനെ പഞ്ചായത്ത് സെക്രട്ടറി എന്നാ പറയാം. മെയിൻ ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് ആരാണ്? അവിടുത്തെ HM ആരാ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ആരാ? പഞ്ചായത്ത് സെക്രട്ടറിയാണ് അല്ലേ? പിന്നെ കുറെ ജീവനക്കാരും ഉണ്ടാവും. അപ്പൊ ഇവര് ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യൽ ആരാണ്? ഉദ്യോഗസ്ഥരിലൂടെയാണ് അത് നടപ്പിലാക്കുന്നത്. സെക്രട്ടറി ഇവരെ കൂടിയാണ് ചെയ്യുന്നത്. ഈ പഞ്ചായത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? ഈ ഭരണസമിതി എന്താ ചെയ്യുക? പഞ്ചായത്ത് ഭരണസമിതി എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടില്? പഞ്ചായത്ത് ഭരണസമിതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെ പ്രധാന പ്രവർത്തനം എന്താ? നമ്മളുടെ ആ പഞ്ചായത്ത് പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതം സുഖകരമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അല്ലേ? അതായത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ പ്രാദേശിക സാമ്പത്തിക വികസനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഭരണസമിതികളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എന്താ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതം എന്ന് പറയാൻ കാരണം? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തുണ്ടാവണം? സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടാവണം അല്ലേ? അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനല്ല പഞ്ചായത്ത് ഭരണസമിതി. എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അല്ലേ? അതിൽ വനിതകൾ ഉണ്ടാവാം, കുട്ടികൾ ഉണ്ടാവാം, ഭിന്നശേഷിക്കാർ അല്ലേ, ഡിസേബിൾഡ് ആയിട്ടുള്ളവരുണ്ടാവാം. അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വിഭാഗത്തെയും, ഇപ്പൊ SC വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാവാം, അങ്ങനെ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവരുണ്ടാവാം. ഇവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്തുകൾ ആവിഷ്കരിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു പഞ്ചായത്തിൽ നിന്നുണ്ടാവും വാർഷിക പദ്ധതികൾ ഉണ്ടാക്കും. എങ്ങനെ പ്രവർത്തനം നടക്കുക എന്നുള്ള ഞാൻ ചുരുക്കി പറഞ്ഞു തരുന്നത്. പഞ്ചായത്ത് വാർഷിക പദ്ധതി ഉണ്ടാക്കിയിട്ടാണ്, നിങ്ങൾ ജനകീയാസൂത്രണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് മുഖേന വാർഷിക പദ്ധതി ഉണ്ടാക്കിയിട്ടാണ് ആ പ്രദേശത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന്റെ തുടക്കം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പഞ്ചായത്ത് വിവിധ മേഖലകൾക്കായിട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളെ ഉണ്ടാക്കും. വർക്കിംഗ് ഗ്രൂപ്പ് പറഞ്ഞ കർമ്മസമിതികൾ. ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഉണ്ടാവുക ഓരോ മേഖലയിലെയും വിദഗ്ധരായിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ കൃഷിയുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കും, കൃഷിക്ക് വേണ്ടി ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, മൃഗസംരക്ഷണത്തിന് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, ദാരിദ്ര്യ ലഘൂകരണത്തിന് പോവർട്ടി അലിവിയേഷൻ ഒരു ഇതുണ്ടാവും, ഹെൽത്തിന് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, പിന്നെ എഡ്യൂക്കേഷൻ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഗതാഗതം റോഡിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ ഒരു ടീം ഉണ്ടാവും അല്ലേ? ദുരന്ത നിവാരണത്തിന് ഒരു ടീം ഉണ്ട്. അങ്ങനെ 13ഓളം വർക്കിംഗ് ഗ്രൂപ്പുകൾ എവിടെ ഉണ്ടാക്കും? ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ആളുകളെ ചേർത്തുകൊണ്ട് കമ്മിറ്റികൾ ഉണ്ടാക്കും. അവരാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പൊ കൃഷിയുടെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ഇരുന്നിട്ട് ആദ്യം ചർച്ച ചെയ്യും, നമ്മുടെ പഞ്ചായത്തിലെ കൃഷി എങ്ങനെയുണ്ട് അല്ലേ, കൃഷിക്ക് എന്തൊക്കെയാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് അവർ റിപ്പോർട്ട് ഉണ്ടാക്കും. അതിന് നമ്മൾ സ്റ്റാറ്റസ് റിപ്പോർട്ട് എന്ന് പറയാം. നമ്മുടെ പ്രസന്റ് സ്റ്റാറ്റസ് എന്താണ് പഞ്ചായത്തിൻ്റെ എന്നുള്ളത് നോക്കും ഓരോ മേഖലയിലും. എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ഇന്ററാക്ഷൻസ് ആണ് വേണ്ടത്, എന്തൊക്കെയാണ് അവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് ആക്കിയിട്ട് അതിനെയാണ് പ്രോജക്റ്റുകളാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് അടുത്ത് എന്തുണ്ടാവും? ഒരു റോഡ് കേടുവന്ന് കിടക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അത് ഈ പ്രാവശ്യം നന്നാക്കണം തീരുമാനിക്കും. ആ റോഡ് നന്നാക്കുന്നതിന് വേണ്ട ഫണ്ട് വകയിരുത്തിയിട്ട് പ്രോജക്റ്റ് ഉണ്ടാക്കും. ആ പ്രോജക്റ്റിന് ജില്ലാ ആസൂത്രണ സമിതി DPC, ജില്ലാ കളക്ടർ ചെയർമാൻ, കൺവീനർ, മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ളൊരു സമിതി ഉണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന്റെ ചെയർമാൻ. അവരാണ് പഞ്ചായത്തുകളുടെ പദ്ധതിക്ക് അംഗീകാരം തരിക. അത് കിട്ടിക്കഴിഞ്ഞാലാണ് പഞ്ചായത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആളുകൾക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി ഉണ്ടാക്കും അല്ലേ, ആശുപത്രിക്ക് മരുന്ന് വാങ്ങാനുള്ള പദ്ധതി ഉണ്ടാവും, പശുവിനെ വാങ്ങാനുള്ള പദ്ധതി ഉണ്ടാവും. അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കിയിട്ടാണ് പഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതതിൻ്റെ ഭരണ സംവിധാനം അങ്ങനെ പോകും. ഇനി ഓഫീസിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുക? അതാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടത്. പഞ്ചായത്ത് ഓഫീസ് കൊണ്ടുള്ള പ്രയോജനം എന്താ?
എന്തിനാ പഞ്ചായത്ത് ഓഫീസിൽ നമ്മൾ പോകേണ്ടി വരിക? വില്ലേജിന്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞു അല്ലേ. പഞ്ചായത്ത് ഓഫീസിൽ എന്തിനാ പോകേണ്ടി വരിക? നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള നിരവധി ആവശ്യങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പഞ്ചായത്ത് ഓഫീസ്. അതാണ് നമ്മൾ കണ്ടിട്ടില്ലാത്തത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കൊടുക്കുന്ന ജനന സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ്? ലോക്കൽ ബോഡീസിൽ നിന്നാണ് അല്ലേ? ഒന്നുകിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നിന്നാണ്. അപ്പോൾ ജനന രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ത്? പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ എന്ന് പറഞ്ഞാൽ. എന്തിനാ ജനനം രജിസ്റ്റർ ചെയ്യണത്? എന്തിനാ ജനനം രജിസ്റ്റർ ചെയ്യണത്? ബർത്ത് രജിസ്ട്രേഷൻ്റെ ആവശ്യം എന്താ? ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പൗരത്വത്തിൻ്റെ അടയാളമാണ്. നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അല്ലേ? അത് നമ്മളൊരു സിറ്റിസൺഷിപ്പിൻ്റെ രേഖയായിട്ട് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റിനെ കാണാം. പിന്നെയോ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ജനന മരണമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത്? ഗവൺമെൻറ്റിന് ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ജനനവും മരണവും രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് ഗവൺമെൻറ്റിനുള്ള ആവശ്യം എന്താണ്? വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമല്ല, ജനന മരണം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മളുടെ രാജ്യം അല്ലേ ഏത് പദ്ധതി കൊണ്ടുവരികയാണെങ്കിലും ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടാണ് നമ്മുടെ കയ്യിൽ എത്ര പണം ഉണ്ട് നോക്കിയിട്ട് അത് എന്തിനൊക്കെ ചെലവഴിക്കാം, ഏതൊക്കെ മേഖലയിലേക്ക് ചെലവഴിക്കാൻ തീരുമാനിക്കുന്നതിനാണ് എന്ത് പറയുക നമ്മൾ? ബഡ്ജറ്റ് എന്ന് പറയാം അല്ലേ? ഒരു ഫാമിലിക്ക് എന്ത് വേണം? ഒരു ഫാമിലി ബഡ്ജറ്റ് വേണം. നമുക്കൊരു മാസം ഇത്ര ഇൻകം ഉണ്ട്, അത് ഇന്ന ആവശ്യങ്ങൾക്ക്, അങ്ങനെ നമ്മൾ എഴുതി തയ്യാറാക്കുന്നതിനെ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയാം. ബഡ്ജറ്റിംഗ് ഇല്ലാതെ എന്താ സംഭവിക്കുക? കടത്തിലേക്ക് പോകും അല്ലേ? അത്യാവശ്യത്തിനുള്ളത് ചെലവഴിക്കുന്നതിന് പകരം ആവശ്യമില്ലാത്തതിനൊക്കെ ആവും പണം ചെലവഴിക്കുക, അത്യാവശ്യത്തിന് പൈസ ഇല്ലാതെ ആവും ചെയ്യും. അപ്പോൾ എല്ലാത്തിനും ഒരു ബഡ്ജറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? ഒരു ബഡ്ജറ്റിംഗ് ഉണ്ട് അല്ലേ? ആ ബഡ്ജറ്റിലാണ് ഓരോ മേഖലയ്ക്കും എത്ര തുക വകയിരുത്തണം എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കുന്നത്. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനിക്കാന്ന് അറിയാം? പോപ്പുലേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തുകൾക്ക് സംസ്ഥാന ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നുണ്ട്? പ്ലാൻ ഫണ്ട് എന്നുള്ള പേരിൽ, വികസന ഫണ്ട് എന്നുള്ള പേരിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡും തോടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് അല്ലേ? പഞ്ചായത്തിൻ്റെ വരുമാനം മാത്രമല്ല, അതിന് പുറമെ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ആ പ്രദേശത്തേക്ക് വേണ്ട വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അപ്പം അത് നമുക്ക് ആ ഫണ്ട് കിട്ടുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പോപ്പുലേഷൻ്റെ, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? നമ്മുടെ രാജ്യത്ത് ഇത്ര പോപ്പുലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഇത്ര ജനങ്ങളുണ്ട്, അപ്പോൾ അവർക്ക് ഇന്ന കാര്യത്തിന് ഇത്ര തുക വേണ്ടി വരും എന്നുള്ള ധാരണയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരിയായ ഒരു പോപ്പുലേഷൻ കണക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പോപ്പുലേഷൻ്റെ ശരിയായ കണക്കില്ല എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് തെറ്റിപ്പോവും അല്ലേ? അപ്പോൾ ആ ഒരു പോപ്പുലേഷൻ്റെ കാര്യം എവിടുന്നാണ് കിട്ടുന്നത്? ഈ ബർത്ത് രജിസ്ട്രേഷനിലൂടെയാണ് അല്ലേ? ബർത്ത് രജിസ്ട്രേഷനും ഡെത്ത് രജിസ്ട്രേഷനും നോക്കിയിട്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം കണക്കാക്കുന്നത്. അപ്പോൾ ബർത്ത് ഡെത്ത് രജിസ്ട്രേഷന് നമ്മളുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിങ്ങിൽ പ്രധാന പങ്കുണ്ട്. അപ്പോൾ ജനന മരണം നിങ്ങളെ വീട്ടിലൊക്കെ ആവശ്യം ഉണ്ടാവും അല്ലേ? ഒരു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ രജിസ്റ്റർ ചെയ്യണം. എത്ര ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയോ? രജിസ്ട്രേഷൻ നടപടി എങ്ങനെയാണെന്നറിയോ? എത്ര ദിവസത്തിനുള്ള രജിസ്റ്റർ ചെയ്യേണ്ടത്? നോട്ട് ചെയ്ത് വെച്ചോളാം. 21 ദിവസത്തിനകം. ഒരു കുഞ്ഞ് ജനിച്ചാൽ 21 ദിവസത്തിനകം അത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. 21 ദിവസത്തിനകം നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാം. 30 ദിവസം വരെയാണെങ്കിൽ 2 രൂപ ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാം. 30 ദിവസം കഴിഞ്ഞിട്ട് മറന്നുപോയി, രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയി, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. 1 വർഷം വരെ, 1 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ ചെയ്യുന്നത്. കുട്ടിക്ക് 1 വയസ്സാവുന്നതിനുള്ളിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ജില്ലാ ഓഫീസറുടെ അടുത്ത് ഒരു അനുമതി വാങ്ങണം. ഇനി 1 വർഷം കഴിഞ്ഞിട്ടുള്ള അതും മറന്നുപോയി, 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയാൽ പിന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ ആരുടെ പെർമിഷൻ വാങ്ങണം? RDO എന്ന് പറയുന്ന ഒരു ഓഫീസറുണ്ട്, റവന്യൂ ഡിവിഷണൽ ഓഫീസർ. ഈ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങിയിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ജനനം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. എവിടെയാണ് ജനനം രജിസ്റ്റർ ചെയ്യേണ്ടത്? ഇതൊക്കെ അറിയണം, ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഒരു കുഞ്ഞ് ജനിച്ചത്. ഇവിടെ ഈ പൊന്മള പഞ്ചായത്തിലെ ഒരാൾക്ക് ഒരു കുഞ്ഞ് ജനിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണെങ്കിൽ ആ കുട്ടിയുടെ ജനനം എവിടെ രജിസ്റ്റർ ചെയ്യാം? നമ്മൾ നേരെ ഓടും ഇവിടുത്തെ പഞ്ചായത്തിലേക്ക്. അവിടെയല്ല. ജനനവും മരണവും വിവാഹവും എവിടെ വെച്ചാണോ നടന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. മനസ്സിലായോ? എവിടെ വെച്ചാണോ സംഗതി നടന്നത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ വിമാനത്തിൽ വെച്ച് പ്രസവിച്ച് എവിടെ രജിസ്റ്റർ ചെയ്യും? വിമാനത്തിൽ വെച്ച് ഒരു കുഞ്ഞ് ജനിച്ച് വിമാനത്തിൽ നിന്ന് പ്രസവിച്ചൂടെ? അപ്പോൾ എവിടെ രജിസ്റ്റർ ചെയ്യും? എവിടെയാ? ആകാശത്ത് രജിസ്ട്രേഷൻ ഇല്ലല്ലോ, എയറിലില്ല.
ആ വിമാനം ആദ്യം ലാൻഡ് ചെയ്യുന്നത് എവിടെയാണോ ആ പ്രദേശം നിൽക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനത്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ കപ്പലിൽ പോകുമ്പോൾ പ്രസവിച്ചാലോ? കപ്പലിൽ പോകുമ്പോൾ പ്രസവിച്ചാൽ കടലിൻ്റെ അടുക്ക് പഞ്ചായത്ത് ഓഫീസും മുനിസിപ്പാലിറ്റി ഒന്നുമില്ല. ആ കപ്പല് ആദ്യം തീരത്തണയുന്നത് എവിടെയാണോ അവിടെ രജിസ്റ്റർ ചെയ്യണം. അതാണ് റൂള് കേട്ടോ. ഇനി പലരും വിദേശത്ത് ജനിച്ചിട്ടുണ്ടാവും അല്ലേ? വിദേശത്ത് ജനിച്ച കുട്ടികളുടെ ജനനം നമ്മൾ അവിടെ ഇന്ത്യൻ കോൺസുലേറ്റിൽ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഉപയോഗിക്കാം. അതിന് പുറമെ അവർ നാട്ടിൽ വന്നാൽ നമ്മുടെ നാട്ടിലും അത് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ കുഞ്ഞ് അവിടെ ജനിച്ച കുഞ്ഞും അമ്മയും അച്ഛനും അല്ലെങ്കിൽ അവരുടെ പാരൻസുമായിട്ട് നമ്മളുടെ ഇവിടെ സ്ഥിരതാമസത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നാൽ അവരിവിടെ ലാൻഡ് ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സ്വന്തം പഞ്ചായത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കുഞ്ഞിൻ്റെ ജനനം രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് അറിയണം കേട്ടോ. 60 ദിവസത്തിനുള്ളിൽ ഗൾഫിൽ ജനിച്ച ഒരു കുഞ്ഞിനെ 60 ദിവസത്തിനുള്ളിൽ എവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും? ആ ജനനം നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നാൽ മരണം, വിദേശത്ത് വെച്ച് നടന്ന മരണം നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. മരണം എവിടെയാണോ നടന്നത് അവിടെ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഗൾഫിൽ നിന്ന് മരിച്ച ഒരാളെ കാര്യം ഒരിക്കലും എന്ത് വേണ്ട, നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ആ സർട്ടിഫിക്കറ്റ് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനാണ് മരണ സർട്ടിഫിക്കറ്റ്? മരണ സർട്ടിഫിക്കറ്റ് എന്തിനാ? മരണ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം പറയാൻ പറ്റുമോ? സിംഗിൾ യൂസ് പറയാൻ പറ്റുമോ? വല്യപ്പാന്റെ പൈസ കിട്ടാൻ അല്ലേ? അതെങ്കിലും പറഞ്ഞൂടെ? വല്യപ്പ മരിക്കുമ്പോൾ വല്യപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കിട്ടണമെങ്കിൽ എന്ത് വേണം അല്ലേ? ആ സ്വത്ത് ഭാഗം വെക്കണമെങ്കിൽ എന്ത് വേണം? മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അല്ലേ? പിന്നെയോ ഒരാളുടെ അവകാശികൾ ആരൊക്കെയാണെന്ന് തീരുമാനിക്കണമെങ്കിലും ആദ്യം എന്ത് വേണം? അയാൾ മരിച്ചതിനുള്ള സർട്ടിഫിക്കറ്റ് വേണം അല്ലേ? നമ്മൾ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റും പ്രധാനപ്പെട്ടാണ്. ഇനി മറ്റൊന്ന്, മാരേജ് രജിസ്ട്രേഷൻ കേട്ടിട്ടുണ്ടോ? വിവാഹ രജിസ്ട്രേഷൻ അതെവിടെ നടക്കുന്നുണ്ട്? നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ആ കഴിഞ്ഞ മാരേജ് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? പഞ്ചായത്ത് ഓഫീസിൽ. പഞ്ചായത്ത് ഓഫീസിലേക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഓടി വന്നേക്കരുത് കേട്ടോ. അവിടെ കല്യാണം നടത്തി കൊടുക്കണില്ല, നടന്ന വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി കല്യാണം കഴിക്കൽ എപ്പോഴാ? നിയമത്തിൽ പറയുന്നുണ്ട്, ഒരു പ്രായപരിധി പറയുന്നുണ്ട്. എത്രയും അറിയോ? പെൺകുട്ടികൾക്ക് 18. ഇന്ന് പോയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കണം 18 എപ്പോൾ ആയിന്നല്ലേ? 18 വയസ്സാണ് നിയമത്തിൽ പറയണമെങ്കിലും നിങ്ങളാരും 18 വയസ്സിൽ കല്യാണം കഴിക്കണ്ട. നിങ്ങൾ നന്നായി പഠിച്ച് ഒരു കരിയറൊക്കെ ബിൽഡപ്പ് ചെയ്തതിന് ശേഷം അല്ലേ, ജോലിയൊക്കെ ആയി സ്വന്തം കാലിൽ നിൽക്കാനായിട്ടൊക്കെ മതി എന്ത് കല്യാണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പെൺകുട്ടികൾക്ക് 18 വയസ്സ്, ആൺകുട്ടികൾക്ക് എത്ര വയസ്സിലാണ് കല്യാണം കഴിക്കാൻ പറ്റുക? 22ലേക്ക് വേണ്ട, 21 പറഞ്ഞിട്ടുള്ളത്. അവിടെ നിങ്ങൾ 21 വയസ്സിൽ കല്യാണം കഴിക്കണം എന്നല്ല പറഞ്ഞത് കേട്ടോ. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 21 വയസ്സായവരുടേത് മാത്രമേ എടുക്കുള്ളൂ. മറ്റേതൊക്കെ ശൈശവ വിവാഹമായിട്ടാണ് കാണുക. ശൈശവ വിവാഹമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കേസാവും, നമ്മൾ ജയിലിനകത്ത് പോകേണ്ടി വരും അല്ലേ? അപ്പോൾ ആ വിവാഹ രജിസ്ട്രേഷൻ നമുക്ക് എവിടെ നടക്കുന്നുണ്ട്? നടന്ന വിവാഹങ്ങൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങൾ ഓർത്തോളം, നിങ്ങളുടെ ചേച്ചിമാരുടെ അല്ലേ, ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ വിവാഹം നടക്കും. ആ വിവാഹമൊക്കെ എവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം? പഞ്ചായത്തിൽ. കല്യാണം നടന്നത് എവിടെയാണോ അവിടുത്തെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്, അതിന് ശിക്ഷാ നടപടികളൊക്കെ ഉണ്ടാവും. രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ വിവാഹ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്തിൽ എന്താ നടക്കുന്നത്? ജനനം, മരണം, വിവാഹം. കുറേ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, അറിയോ? 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷൻ, വരുമാനമില്ലാത്തവർക്ക് കേട്ടോ, പാവപ്പെട്ട ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നുണ്ട്. കർഷക തൊഴിലാളികൾക്കുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട്. വിധവകൾക്കുള്ള പെൻഷൻ കൊടുക്കുന്നുണ്ട്. അറിയോ? വിധവകൾ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്കുള്ള പെൻഷനുണ്ട്. 50 വയസ്സായിട്ടും വിവാഹം കഴിയാത്ത പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള പെൻഷനുണ്ട്. മനസ്സിലായോ? പിന്നെ തൊഴിലില്ലായ്മ വേതനമുണ്ട്. ഇതൊക്കെ എന്ത് വഴി കൊടുക്കുന്നതാണ്? ഇതൊക്കെ കൊടുക്കുന്നത് പഞ്ചായത്തുകൾ ഇതും വഴിയാണ്. മനസ്സിലായോ? അപ്പോൾ 60 വയസ്സായ ആൾ പെൻഷൻ അപേക്ഷ കൊടുക്കേണ്ടത് എവിടെയാണ്? പഞ്ചായത്ത് ഓഫീസിലാണ് കൊടുക്കേണ്ടത് അല്ലേ? അതൊക്കെ ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി കൊടുക്കണ്ട കേട്ടോ. കെ സ്മാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പ് ഉണ്ട്. കെ സ്മാർട്ട്, അതാണ് അതിൻ്റെ പേര്. ഈ ആപ്പ് വഴി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ലഭ്യമാക്കാൻ കഴിയും. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ, സേവനങ്ങൾ പഞ്ചായത്ത് ഓഫീസ് വഴി കൊടുക്കുന്നുണ്ട് അല്ലേ? ഇനി ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഡ്യൂട്ടീസ് എന്താ? ഇത്തരം സ്ഥാപനങ്ങളിലൂടെ ഗവൺമെൻറ് ഇത്രയും സേവനം നമുക്ക് തരുന്നുണ്ടല്ലോ.
അപ്പോൾ ഗവൺമെന്റിന് തിരിച്ച് നമ്മൾ എന്ത് കൊടുക്കണം? നമുക്ക് എന്തുണ്ട്? നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ? നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ പബ്ലിക് അസറ്റ്സുകളൊക്കെ ഉണ്ടല്ലോ, പൊതുമുതലുകൾ, റോഡ്, ബിൽഡിങ്ങുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ ഒരുപാട് പബ്ലിക് അസറ്റ്സ് ഉണ്ട്. ആ പബ്ലിക് അസറ്റ്സ് ഒക്കെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കൂടി ഉണ്ട്. നമ്മളൊന്നും അത് കേടുവരുത്താൻ പാടില്ല അല്ലേ? ഇനി ഒരു പബ്ലിക് ടാപ്പ് ഒരിടത്ത് ഓപ്പൺ ആയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയൊരു സേവനമാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചായത്തിലേക്ക് വിളിച്ചിട്ട് ടാപ്പ് ക്ലോസ് ചെയ്യിക്കണോ? അത് നമുക്ക് ചെയ്യാം. ഇനി സ്ട്രീറ്റ് ലൈറ്റുകൾ ധാരാളം ഉണ്ടാവും, നമ്മൾ കാണും അല്ലേ? പലതൊക്കെ എന്തുണ്ടാവും? നട്ടുച്ചയ്ക്ക് നിന്ന് കത്തുന്നുണ്ടാവും. ഇതൊക്കെ നമ്മളെ പൊതുപണമാണ് നഷ്ടപ്പെടുന്നത്, പബ്ലിക് മണിയാണ് പോകുന്നത്. ഇതിന് കറണ്ട് ബില്ല് അടയ്ക്കുന്നത് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നാണ്. ആ പഞ്ചായത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണമാണ് അല്ലേ? അപ്പൊ നമ്മളുടെ പണം തന്നെ വേസ്റ്റ് ആയി പോവാം. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ നമുക്കത് സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ആക്കാനുള്ള ചെയ്യാം. മഴക്കാലത്തൊന്നും പോയി സ്വിച്ചിൽ തൂങ്ങണ്ട, ബന്ധപ്പെട്ടവരെ പഞ്ചായത്ത് മെമ്പറെ ആരെങ്കിലും അറിയിച്ചുകൊണ്ട് നമുക്കത് അല്ലെ, മുതിർന്നവരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് അത് ഓഫാക്കുക. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവന. പിന്നെ ഏറ്റവും വലിയ കാര്യമാണ് മാലിന്യ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ? മാലിന്യ പരിപാലനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഗവൺമെന്റ് എത്ര സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും നമ്മൾ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ ബോധവാന്മാരായെങ്കിൽ മാത്രമേ നമ്മളുടെ നാടിനെ, കേരളത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തെ ക്ലീൻ വില്ലേജ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ അല്ലേ? അവിടെ നിങ്ങൾക്ക് ഒരുപാട് സേവനം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ, സ്കൂളുകളിൽ ഒക്കെ ഉണ്ടാവുന്ന വേസ്റ്റുകൾ നമുക്ക് തരംതിരിച്ച് സൂക്ഷിച്ചാൽ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ ഇപ്പോൾ അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനത്തിന്റെ പേരാണ് ഹരിതകർമ്മസേന. വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് സൊസൈറ്റിയുമായി കുറച്ചൊക്കെ ബന്ധമുണ്ട്, അതെനിക്ക് സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞ കുറേ ചേച്ചിമാർ വരുന്നുണ്ട് നമ്മുടെ വീടുകളിൽ അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ തരംതിരിച്ച് വൃത്തിയാക്കി കൊടുക്കുക. പാലിന്റെ കവറൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് എവിടെയെങ്കിലും ഒരു കമ്പിൽ തൂക്കിയിട്ടാൽ അത് കാറ്റ് തട്ടി ഉണങ്ങിപ്പോവും. ഉണങ്ങിയ പ്ലാസ്റ്റിക്കിന് സ്മെല്ലുണ്ടാവില്ല, ദുർഗന്ധമൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പം അങ്ങനെയാക്കി കൊടുക്കുക. കാരണം അവർ കൈകൊണ്ടാണുള്ളത് സൂക്ഷിക്കുന്നത്. നമ്മൾ അവർക്ക് 50 രൂപ അതിന് ഫീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുള്ള വേസ്റ്റ് എല്ലാം കൂടി അവരെ കൊണ്ട് വാരിക്കാൻ പറ്റുമോ? ഇല്ല. അവരുടെ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മളാ. നമ്മളുടെ ആരോഗ്യ പട്ടാളമാണ് ആരെന്ന് പറയുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ. അപ്പൊ അവരെ ആരോഗ്യത്തോടെ നിലനിർത്തിയില്ലെങ്കിൽ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ വാരേണ്ടി വരും അല്ലേ? ഇതിപ്പോ അവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാം. അവരുടെ കൂടെ ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ യൂണിറ്റുകൾക്ക് ഒന്ന് കൂടെ ഇറങ്ങി വീടുകളിൽ പോയി ആളുകളെ അവയർനെസ് ആക്കുക. അപ്പൊ അവർ ചെയ്യുന്ന പണിയൊക്കെ നിങ്ങൾക്കും മനസ്സിലാവും. നമ്മളുടെ വീട്ടിൽ ഇതുപോലെ വേസ്റ്റുകൾ അവിടെ ഇവിടെയും വലിച്ചെറിയാതെ കൃത്യമായിട്ട് തരംതിരിച്ച് ഓരോ ബോക്സിലാക്കി വെക്കുക അല്ലേ? പേപ്പർ, പ്ലാസ്റ്റിക് കവർ ഇടാൻ ഒരു ബോക്സ്, അങ്ങനെ ചെറിയ ബോക്സുകൾ വീട്ടിലുണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെച്ചാൽ അവരെ സംബന്ധിച്ചുള്ള ഏറ്റവും സൗകര്യം. അപ്പൊ ഇതൊക്കെ നമ്മൾ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കുന്ന ഓരോ പരിപാടികളാണ് അല്ലേ? നമുക്ക് സർക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മൾ സർക്കാരിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം കുറവാണ്. ഒരുപാട് കാര്യങ്ങൾ 20 മണിക്കൂർ എടുത്താലും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ തീരില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ ഡ്യൂട്ടീസ്, അതുപോലെ നിങ്ങളുടെ വീട്ടുകാരെ മുഴുവൻ ഗ്രാമസഭയിലൊക്കെ പങ്കെടുപ്പിക്കണം കേട്ടോ. ഗ്രാമസഭ അറിയുന്ന ഒരു സംവിധാനമുണ്ട്. ഏതാ? ഉണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്തുകളിൽ നിന്ന് ഈ ദ്രവമാലിന്യം, ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനങ്ങളൊക്കെ തരും. ബയോ ബിന്നുകളുണ്ട്. ഇതൊക്കെ സൗജന്യമായിട്ട് ചെറിയൊരു സബ്സിഡി തുക കൊടുത്താൽ മതി. 3250 രൂപയുടെ സാധനം നിങ്ങൾക്ക് 910 രൂപയ്ക്കൊക്കെ കിട്ടും. അങ്ങനെ കുറച്ച് പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അത് വാങ്ങിക്കാം. വീട്ടിൽ ദ്രവമാലിന്യ നിർമ്മാർജ്ജനം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ? സോക്ക് പിറ്റുകൾ ഉണ്ടാവണം വീട്ടിൽ. വീട്ടുകാരെ പറഞ്ഞ് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പുതിയ തലമുറ, നിങ്ങൾക്കാണ് ഇവിടെ ഇനി ജീവിക്കേണ്ടത്. ഞങ്ങളുടെയൊക്കെ ടൈം ഏകദേശം കഴിഞ്ഞു തുടങ്ങി അല്ലേ? അപ്പോൾ ശുദ്ധമായ വായു കിട്ടേണ്ടത്, ശുദ്ധമായ വെള്ളം കിട്ടേണ്ടത്, ശുദ്ധമായ മണ്ണുണ്ടാവേണ്ടതൊക്കെ നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അപ്പോൾ അത് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് കൃത്യമായിട്ട് കൊണ്ടുപോകണം. ഒരുപാട് രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്നതിന് നമുക്കറിയാം. ഈ വേസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ? അതിന് ഒരുപാട് ഭീഷണികളുണ്ട്. നമുക്ക് ഒരുപാട് ഭീഷണികളുണ്ട്. സ്ട്രേ ഡോഗ്സ് തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഇനി വരാൻ നമുക്ക് സമയമില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക, സ്ട്രേ ഡോഗ്സ് ആരെങ്കിലുമൊക്കെ തെരുവ് നായ്ക്കൾ കടിക്കുകയോ നിങ്ങൾ ബൈക്കും കൊണ്ട് പോകുമ്പോഴല്ലേ വീട്ടുകാർക്ക് അങ്ങനെ നായ കുറുകെ ചാടിയിട്ട് അപകടം ഉണ്ടാവുകയൊക്കെ ചെയ്താൽ സിരിജഗൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ഉണ്ട്. അവർക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. നായ കടിക്കണമെന്നില്ല, നായ കുറുകെ ചാടിയിട്ട് നമുക്ക് അപകടം ഉണ്ടായാലും മതി. അതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതാത് ലോക്കൽ ബോഡീസിനെ കൊണ്ട് നമുക്ക് നഷ്ടപരിഹാരം കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവെയർ ആയിരിക്കണം. ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് പഠിക്കുന്നത്. എങ്ങനെ? എവിടെ നിന്നാണോ അപകടം പറ്റിയ അവിടുത്തെ പഞ്ചായത്ത്, അവിടുത്തെ എന്തോ ടീച്ചർക്ക് എന്തോ പറ്റിയ പഞ്ചായത്തിൽ കൊടുക്കണ്ട. ഈ ഇതിൽ കമ്മീഷൻ്റെ ഇത് സൈറ്റിൽ അടിച്ചിട്ട് വൈറ്റ് പേപ്പറിൽ എഴുതി അപ്ലൈ ചെയ്താൽ മതി. അതിൽ പറയുന്നുണ്ട് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്.
പഞ്ചായത്തിൽ അപേക്ഷിക്കേണ്ട. അവർ പിന്നെ പഞ്ചായത്തിനെ നിങ്ങൾ ഹിയർ ചെയ്തിട്ട് ഹിയറിങ്ങിനെ വിളിച്ചിട്ട് തീരുമാനിച്ചിട്ട് അതിനുള്ള നഷ്ടപരിഹാരം കിട്ടും. അതിനുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എവിഡൻസുകൾ വേണം നമുക്ക്. അപ്പം അത്തരം സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. പിന്നീട് ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വരാം. കുറേ പറയാനുണ്ട്. പഞ്ചായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 20-30 മണിക്കൂർ എടുത്താലും തീരാത്ത അത്രയാണ് പഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ. കാരണം ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിലുള്ള സകലമാന സബ്ജക്റ്റുകളും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ? നമുക്കിനി വേറെ സാർ ഇവിടെ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു എക്സസൈസ് ചെയ്തുകൊണ്ട് നമുക്ക് നിർത്താം കേട്ടോ. ചെറിയൊരു എക്സസൈസ് കൂടി ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഏതായാലും ഇത്രയും നേരം എന്നെ ശ്രവിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ വീണ്ടും ഞാൻ ഇത്രയും നല്ല പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാൻ ഇവിടുത്തെ അധ്യാപകരും അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ കാണിച്ച ആ ഒരു താല്പര്യത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കുട്ടികളെ അക്കാദമിക് എഡ്യൂക്കേഷൻ അപ്പുറം പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെടുത്തി നല്ല പൗരന്മാരായിട്ട് ജീവിച്ചു വരാൻ നമ്മൾ ഒരുപാട് അറിവൊക്കെ ഉണ്ടായി. പക്ഷെ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വില്ലേജ് ഓഫീസും പഞ്ചായത്ത് ഓഫീസും പോലും അറിയാമെന്നുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾ ഓരോ ഓഫീസുകളിലേക്ക് നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തി ഇത്തരം പ്രോഗ്രാംസ് ഇനി ഭാവിയിൽ ഉണ്ടാവട്ടെ. ഇത് മറ്റ് വിദ്യാലയങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഇതിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ഞാൻ പറയണ്ടേ, ഇത്ര നല്ലൊരു അവസരം തന്നതിന്.